ഹലോ 2025 JEE മെയിനിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടുപിടിക്കാനുള്ള എന്താണ്? ബീറ്റ പ്ലസ് ഗാമ മൈനസ് ആൽഫ. ഓക്കെ ആണല്ലോ. ആൽഫ ബീറ്റ ഗാമ ബിലോങ്സ് ടു ആർ. ഓക്കെ, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എക്സിന് 0 കൊടുത്തു നോക്കാം. അപ്പോൾ എന്ത് കിട്ടുമോടാ? ഇവിടെ നമ്മൾ എക്സിന് 0 എടുത്താൽ 0 ഇൻറ്റു സൈൻ ആൽഫ അല്ലേ, അതെന്തായിക്കോളും? 0 ആയിക്കോളും. അപ്പോൾ 0 പ്ലസ് ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എക്സിന് 0 എടുത്താൽ ഇ പവർ 0 എന്ന് വരും. ഇ പവർ 0 എന്താണ്? 1 ആണ്. അപ്പോൾ അവിടെ ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ നോക്കിയേ സൈൻ 2x, അത് ഓൾറെഡി എന്താകും? 0 ആകും. ബീറ്റ എക്സ് എന്താകും? 0 ആകും. അപ്പം ഡിനോമിനേറ്ററിൽ 0 വരും. ഇവിടെ എന്താണ്? 0/0 ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് ഗാമയുടെ വാല്യൂ കിട്ടുമല്ലോ. ഗാമയുടെ വാല്യൂ എന്ത് വരും? ഗാമ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഗാമ ഈസ് ഈക്വൽ ടു 1. ഗാമയുടെ വാല്യൂ 1 വരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ LH റൂൾ, എൽ ഹോപ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്ത് നോക്കണം. ഇവിടെ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ സൈൻ ആൽഫ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതിനിപ്പോൾ നോക്കിയേ, ഈ ടേമിന് നമ്മൾ എഴുതേണ്ട കാര്യമുണ്ട്? ആൽഫ മൈനസ് 1 ഇൻറ്റു ഇ പവർ എക്സ് സ്ക്വയർ നമ്മൾ എഴുതേണ്ട കാര്യമുണ്ട്? ഇല്ല. സോറി, ഗാമയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മളിവിടെ 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0 ആകും. ഈ ടേമും എന്ത് ചെയ്യും? മൊത്തത്തിൽ പൊക്കോളും. അപ്പോൾ നമ്മൾ അതിനെ എന്താണ് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ്? ഈ ടേമും ഈ ഡിനോമിനേറ്ററുള്ള ടേമാണ് ഇനി കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മോളുള്ള ടേമിൻ്റെ അല്ല, ഇവിടെ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ആൽഫ എക്സ് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. 2x സൈൻ ആൽഫ എക്സ് പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം? സൈൻ ആൽഫ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. എന്താണ്? കോസ് ആൽഫ എക്സ് ഇൻറ്റു ആൽഫ അല്ലേ, ഇൻറ്റു ഈ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയറും കൂടെ നമ്മളവിടെ എഴുതണം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആൽഫ കോസ് ആൽഫ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് എഴുതിയിരിക്കുവാണ്. ഡിവൈഡഡ് ബൈ സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് 2x ഇൻറ്റു ഒരു 2 അല്ലേ, ആ 2 നമുക്ക് ഇവിടെ കൊടുക്കാം. മൈനസ് ബീറ്റ എക്സിൻ്റെ ഡെറിവേറ്റീവ് ബീറ്റ. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വരും. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 0 കൊടുത്ത് നോക്കാം. അപ്പോൾ ബീറ്റ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം എന്ത് വരും? 0 വരും. 0 പ്ലസ് ഈ ടേം എന്ത് വരും? 0 എന്ന് തന്നെ വരും. ഡിവൈഡഡ് ബൈ കോസ് 2x. കോസ് 2x കോസ് 2x എന്ന് പറയുമ്പോൾ കോസ് 0 വരും. കോസ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ 2 മൈനസ് ബീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2 മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0. ബീറ്റ ഈസ് ഈക്വൽ ടു 2. ബീറ്റയുടെ വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2x സൈൻ ആൽഫ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആൽഫ കോസ് ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ 2 cos 2x
മൈനസ് ബീറ്റയുടെ വാല്യൂ 2. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാവേ. ഈ ഡിനോമിനേറ്റർ ഇല്ലേ, ഈ ഡിനോമിനേറ്ററിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ -2 കോമൺ എടുക്കാം. -2 ഇൻറ്റു 1 മൈനസ് കോസ് 2x എന്ന് എഴുതാമല്ലോ. ഡിനോമിനേറ്ററിന് -2 കോമൺ എടുത്ത് ബാക്കി ഇൻറ്റു 1 മൈനസ് കോസ് 2x. ഈ 1 മൈനസ് കോസ് 2x എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 2x നമുക്ക് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. 2 സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കിനി എങ്ങനെ എഴുതാം? ലിമിറ്റ് x ടെൻസ് ടു 0 2x സൈൻ ആൽഫ എക്സ് പ്ലസ് x സ്ക്വയർ ആൽഫ കോസ് ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ -2 ഇൻറ്റു 2 സൈൻ സ്ക്വയർ എക്സ്. ഇനി നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 0 ഇവിടെ നോക്കിയേ, -2 ഇൻറ്റു 2 അത് -4 അല്ലേ, അത് നമുക്ക് വെളിയിൽ കൊണ്ടുവരാം. -1/4 വെളിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 2x സൈൻ ആൽഫ എക്സ് പ്ലസ് x സ്ക്വയർ ആൽഫ ഇൻറ്റു കോസ് ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിവിടെ ഒരു എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു എക്സ് സ്ക്വയറും മൾട്ടിപ്ലൈയും കൂടി ചെയ്യണം. ഇത് നോക്കിയാൽ ലിമിറ്റ് x ടെൻസ് ടു 0 ഈ ടേം എന്ത് വരും? എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താകും? 1 വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബാക്കി നോക്കിയേ, ഈ എക്സും ഈ അല്ല ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ, എക്സ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനലി എന്ത് വരുമെന്ന് വെച്ചാൽ -1/4 ലിമിറ്റ് x ടെൻസ് ടു 0 2 സൈൻ ആൽഫ എക്സ് ബൈ എക്സ് പ്ലസ് ആൽഫ കോസ് ആൽഫ എക്സ്. ഓക്കെ, ഇങ്ങനല്ലേ വരുന്നത്? ഇനി നമുക്ക് ഇവിടെ ഒരു ആൽഫ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ? ഇവിടെ ഒരു ആൽഫ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആ ഒരു ആൽഫ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നോക്കിയേ, ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ ആൽഫ എക്സ് ബൈ ആൽഫ എക്സ് അതെന്താകും? അത് 1 വരത്തില്ലേ? അത് 1 വരും. ഇനി നമ്മളിവിടെ ലിമിറ്റ് x ടെൻസ് ടു 0 ആൽഫ കോസ് ആൽഫ എക്സ് ഈ ടേം എന്ത് വരും? കോസ് ആൽഫ എക്സ് 1 വരും. അപ്പോൾ നമുക്ക് -1/4 നമ്മൾ ലിമിറ്റ് കൊടുത്തല്ലോ. സൈൻ ആൽഫ എക്സ് ബൈ ആൽഫ എക്സ് 1 ആണ്. ബാക്കി അവിടെ 2 ആൽഫ വരും. 2 ആൽഫ പ്ലസ് ഇവിടെ എന്താണ്? ഒരു ആൽഫ ഈക്വൽ ടു എത്ര വരും? എത്ര വരും? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 3 ആണ്. അപ്പം ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് പറയാം -3 ആൽഫ ബൈ 4 ഈസ് ഈക്വൽ ടു 3. ഇവിടെ നമുക്ക് ഈ 3യും 3യും കട്ട് ചെയ്യാം. ഇംപ്ലൈസ് ആൽഫ ഈസ് ഈക്വൽ ടു -4. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആൽഫ കിട്ടി -4. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? ബീറ്റ പ്ലസ് ഗാമ മൈനസ് ആൽഫ. ബീറ്റ എവിടെ? ബീറ്റ എത്രയായിരുന്നു? ബീറ്റ 2 പ്ലസ് ഗാമ 1 മൈനസ് ആൽഫ -4. അപ്പോൾ ഇവിടെ എന്താകും? +4 ഈക്വൽ ടു 7. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ.